മലയാളികളുടെ ജനപ്രിയ നടനായ ബേസിൽ ജോസഫിന്റെ സിനിമകളിലൂടെ ഒന്ന് സഞ്ചരിക്കാം. നിലവിൽ റിലീസാകുന്ന ഏത് സിനിമ എടുത്താലും അതിലെ ഒരു റോളിൽ ബേസിൽ ഉണ്ടാവാറുണ്ട്. മലയാള സിനിമയുടെ ഭാഗ്യതാരമായി മാറിയിരിക്കുകയാണ് ബേസിൽ. ഒരു അഭിനേതാവ് എന്നതിലുപരി ബേസിൽ എന്ന സംവിധായകനാണ് കൂടുതൽ പേർക്കും പ്രിയപ്പെട്ടത്. തിരുവനന്തപുരം CETയിൽ നിന്ന് എഞ്ചിനീയറിംഗ് പഠിച്ച ബേസിൽ 2012 CET ലൈഫ് എന്ന ഹ്രസ്വ ചിത്രത്തിൽ അഭിനയിച്ചാണ് അഭിനയ ജീവിതത്തിന് തുടക്കം. അതേ വർഷം തന്നെ പ്രിയംവദ കാതരയാണ് എന്നീ ഹ്രസ്വ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. ഒപ്പം പ്രിയംവദ കാതരയാണ് എന്ന ഹ്രസ്വ ചിത്രത്തിൽ അഭിനയിക്കുകയും ചെയ്തു. 2013 പകലുകൾ റാണി എന്ന ഹ്രസ്വ ചിത്രത്തിൽ അഭിനയിച്ചു. 2013 പുറത്തിറങ്ങിയ അപ്പ് ആൻഡ് ഡൗൺ, മുകളിൽ ഒരാളുണ്ട് എന്ന മലയാള ചിത്രത്തിലൂടെ സിനിമ അഭിനയ രംഗത്ത് അരങ്ങേറ്റം കുറിച്ച ബേസിൽ ജോസഫ് നാളിതുവരെ ഏകദേശം 38 മലയാള സിനിമകളിൽ സഹനടനായി അഭിനയിച്ചിട്ടുണ്ട്. തിര എന്ന ചലച്ചിത്രത്തിൽ വിനീത് ശ്രീനിവാസന്റെ സഹസംവിധായകനായി പ്രവർത്തിച്ചു. ഹോംലി മീൽസ് എന്ന ചലച്ചിത്രത്തിലും അഭിനയിച്ചിരുന്നു. 2015 കുഞ്ഞി രാമായണം എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തു. വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ് എന്നിവരായിരുന്നു ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. ഇപ്പോഴും പുതുമയുള്ള ഒരു സിനിമയാണ് കുഞ്ഞി രാമായണം. ഐതിഹ്യങ്ങളും അന്ധവിശ്വാസങ്ങളും ജീവിതത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന ദേശം എന്ന വിചിത്രമായ ഒരു സാങ്കല്പിക ഗ്രാമത്തിൽ നിന്നുള്ള ആളുകളുടെ കഥയാണ് സിനിമ വിവരിച്ചത്. 2015 മലയാള സിനിമ ഓണം റിലീസുകളിൽ ബോക്സ് ഓഫീസിൽ ഈ ചിത്രം വാണിജ്യ വിജയമായി. 2017 മെയ്യിൽ പുറത്തിറങ്ങിയ ഗോദയാണ് ബേസിൽ സംവിധാനം ചെയ്ത രണ്ടാമത്തെ ചിത്രം. ടൊവിനോ തോമസ്, വാത്മിക ഗബ്ബി, അജു വർഗീസ്, രഞ്ജി പണിക്കർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ഗോദ ഗുസ്തിയെ ചുറ്റിപ്പറ്റിയുള്ള ഒരു സ്പോർട്സ് കോമഡി ചിത്രമാണ്. പഞ്ചാബി നടി വാത്മിക ഗബ്ബി മലയാള സിനിമയിൽ ആദ്യമായി അഭിനയിച്ചത് ഗോദയിലാണ്. ഈ ചിത്രം വാണിജ്യപരമായി വിജയിക്കുകയും ആ കാലയളവിൽ ടൊവിനോ തോമസിന്റെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി മാറുകയും ചെയ്തു. ബേസിലിന്റെ മൂന്നാമത്തെ ചിത്രമായ മിന്നൽ മുരളിയിൽ ടൊവിനോ തോമസ് ജെയ്സൺ എന്ന ഒരു ചെറുപ്പക്കാരനെയാണ് അവതരിപ്പിക്കുന്നത്. 2020 പ്രഖ്യാപിക്കപ്പെടുകയും 2021 ഡിസംബർ 24 നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയിൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ ഒരേ സമയം റിലീസ് ചെയ്യുകയും ചെയ്ത സിനിമയാണ് മിന്നൽ മുരളി. മലയാളത്തിന്റെ ആദ്യ സൂപ്പർ ഹീറോ ആണ് മിന്നൽ മുരളി. ഈ സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാത്തത് പ്രേക്ഷകരെയും തീർച്ചയായും നിരാശപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവരെ ബേസിൽ ജോസഫ് ഈ 3 സിനിമകളാണ് ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ഈ 3 സിനിമകൾ കൊണ്ട് ബേസിൽ ഒരു യൂണിവേഴ്സ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുഞ്ഞി രാമായണത്തിലെ ദേശവും ഗോദയിലെ കണ്ണാടിക്കലും മിന്നൽ മുരളിയിലെ കുറുക്കൻ മൂലയും ചേരുന്നതാണ് ബേസിൽ ജോസഫിന്റെ യൂണിവേഴ്സ്. കുഞ്ഞി രാമായണത്തിന്റെ ടൈറ്റിൽ ക്രെഡിറ്റ് കാണിക്കുമ്പോൾ ചിത്രത്തിൽ വരുന്ന സൈൻ ബോർഡിൽ കുറുക്കൻ മൂലയെയും ദേശത്തെയും കാണാം. അതുപോലെ ഗോദ സിനിമയിൽ മനയത്ത് വയലിന്റെ പേരിൽ ക്യാപ്റ്റനോട് പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി കണ്ണാടിക്കലിലെ ചെറുപ്പക്കാരുടെ ടീമായ യൂത്തിസം ബോയ്സ് പോകുമ്പോൾ ദേശത്തെ പിള്ളാരെ കൂടി വിളിക്കാൻ വിജയൻ എന്ന കഥാപാത്രം പറയുന്നത് കേൾക്കാം. മറ്റൊരു സീനിൽ വിജയൻ ടൊവിനോ അവതരിപ്പിക്കുന്ന ദാസ് എന്ന കഥാപാത്രത്തോട് ഫോണിൽ കൂടി അടുത്ത ആഴ്ച ദേശത്തെ ഡേഞ്ചർ ബോയ്സ് ടീമുമായി മാച്ചുള്ളതാണെന്നും കുഞ്ഞിരാമന്റെ ലേറ്റസ്റ്റ് വെല്ലുവിളി നമ്മളാണെന്നും പറയുന്നത് കേൾക്കാം. കുഞ്ഞിരാമായണത്തിലെ ഒരു സീനിൽ ഡേഞ്ചർ ബോയ്സ് ടീം മാച്ച് ജയിച്ചു പോകുന്ന സീൻ കാണാം. അതേപോലെ ഗോദയിലെ ഒരു ബസ് യാത്രാ സീനിൽ ദേശം ദേശം എന്ന് വിളിച്ചു പറയുന്നത് കേൾക്കാം. അതുകൊണ്ട് കണ്ണാടിക്കലിലെ ബസ് ദേശം എന്ന സ്റ്റോപ്പിലൂടെ പോകുന്നെന്ന് മനസ്സിലാക്കാം. ഇനി ഈ 2 സിനിമയിലും കോമൺ ആയി വരുന്ന ഒരു സ്ഥലപ്പേരാണ് മഞ്ഞപ്ര. കുഞ്ഞിരാമായണത്തിലെ ധ്യാൻ ശ്രീനിവാസൻ പത്രം നോക്കുന്ന സീനിൽ മഞ്ഞപ്ര സബ്സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണി മൂലം വൈദ്യുതി മുടങ്ങുമെന്ന വാർത്ത കാണിക്കുന്നുണ്ട്. മറ്റൊരു സീനിൽ അജു വർഗീസിന്റെ കഥാപാത്രം നാട് വിട്ടു ബോംബെക്ക് പോകുവാണെന്ന് പറഞ്ഞിട്ട് ബോംബെ ടീ സ്റ്റാൾ മഞ്ഞപ്രയിൽ ചായ കുടിച്ചിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. ഗോദ സിനിമയിൽ അതിഥി പഞ്ചാബിൽ നിന്ന് ദാസിന്റെ കണ്ണാടിക്കലിലേക്ക് വരുമ്പോൾ ട്രെയിൻ ഇറങ്ങുന്നത് മഞ്ഞപ്ര സ്റ്റേഷനിലാണ്. മിന്നൽ മുരളി സിനിമയിൽ ബസ് യാത്രയിൽ ദേശം 7 കിലോമീറ്റർ എന്ന സൈൻ ബോർഡ് കാണാൻ സാധിക്കും. മാത്രമല്ല ബസിന്റെ നെയിം ബോർഡിൽ ദേശം കണ്ണാടിക്കൽ വഴി എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. അതിനാൽ തന്നെ മഞ്ഞപ്ര എന്ന പ്രധാന സ്ഥലത്തെ 3 സ്ഥലങ്ങളായി ദേശം, കണ്ണാടിക്കൽ, കുറുക്കൻ മൂല എന്നിവയെ മനസ്സിലാക്കാം. ഇവ കൂടാതെ നിരവധി രഹസ്യ ബന്ധങ്ങൾ ഈ സിനിമയിൽ ഒളിഞ്ഞുകിടപ്പുണ്ട്. 2021 ജാനീമൻ, 2022 ജയ ജയ ഹേ, പാൽത്തു ജാൻവർ, 2023 കഠിന കടോരമി അണ്ടകടാഹം, ഫാലിനി എന്നിവയെല്ലാം ബേസിൽ പ്രധാന നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. 2024 വരുമ്പോൾ ബേസിൽ ഇല്ലാത്ത ഒരു ഫിലിം പോലും ഇല്ല എന്ന് പറയാം. ഗുരുവായൂർ അമ്പലനടയിൽ
വർഷങ്ങൾക്കു ശേഷം വാഴ, നുണക്കുഴി, ARM എന്നിവയിലെല്ലാം ബേസിൽ ജോസഫ് ഹാജരാണ്. ഇതിൽ നുണക്കുഴിയിലെ പ്രധാന കഥാപാത്രം ബേസിൽ തന്നെയാണ്. തുടർന്നുള്ള സിനിമകളിലും പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന മുഖമാണ് ബേസിലിന്റേത്. അദ്ദേഹത്തിന്റെ ഡയറക്ടർ ബ്രില്യൻസ് മുഴുവനായി കണ്ടെത്തണമെങ്കിൽ ഓരോ സിനിമയും വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കേണ്ടതുണ്ട്. തീർച്ചയായും ബേസിൽ ഡയറക്ട് ചെയ്ത 3 സിനിമയും റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമയാണെന്നത് നിസ്സംശയം പറയാം. 2019 കെട്ട്യോൾ ആണെന്റെ മാലാഖ എന്ന സിനിമയിലൂടെ സൗത്ത് ഇന്ത്യയിലെ മലയാളം ബെസ്റ്റ് കോമഡി ആക്ടർ അവാർഡും മഴവിൽ മനോരമ എന്റർടൈൻമെന്റ് അവാർഡും 2022 സൗത്ത് ഇന്ത്യ ഇന്റർനാഷണൽ മൂവി അവാർഡും മിന്നൽ മുരളി എന്ന സിനിമയിലൂടെ മലയാളത്തിലെ ബെസ്റ്റ് ഡയറക്ടർ അവാർഡും ഏഷ്യൻ അക്കാദമി ബെസ്റ്റ് ക്രിയേറ്റീവ് ഡയറക്ടർ അവാർഡും 2023 ജയ 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 ഹേ എന്ന സിനിമയിലൂടെ സൗത്ത് ഇന്ത്യൻ ഇന്റർനാഷണൽ മൂവി അവാർഡും സ്പെഷ്യൽ ജൂറി അപ്രിസിയേഷനും ബേസിൽ ജോസഫ് നേടി. ഇക്കാലഘട്ടത്തിലെ കാണികളുടെ മനസ്സറിയാൻ കഴിയുന്നു എന്നതാണ് എക്കാലവും ബേസിലിന്റെ തുറുപ്പുചീട്ട്.